പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ ഇടയിലായിരുന്നു കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ സ്ക്രാരികളിലും നമ്മളെ കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസവും നമ്മുടെ ഉള്ളിലേക്ക് ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിൽ അലിഞ്ഞു ചേരാൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമ്മളായിരിക്കുന്ന അവസ്ഥകളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കാരുണ്യം തന്നെയായ ഈശോ, കരുണ മാത്രം നമുക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ഈശോ, ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നേക്കാം. എങ്ങനെയാണ് ദൈവത്തിന് ഇത്രമേൽ കരുണയായിരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ദൈവത്തിന് ഇത്രമേൽ കരുണയായിരിക്കാൻ സാധിക്കുക? അതിനുത്തരം ദൈവം കരുണയായതുകൊണ്ട് തന്നെ, ദൈവം കരുണയായതുകൊണ്ട് തന്നെ എന്ന് തന്നെയാണ് അതിനുത്തരം. കാരണം അത് ദൈവത്തിൻ്റെ സത്തയാണ്, അതൊരു പ്രവൃത്തിയല്ല, അത് ദൈവമായിരിക്കുന്ന സത്തയാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം അതിന് 36 പറഞ്ഞു വയ്ക്കുക, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ കരുണ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തികളായി മാറ്റാൻ സാധിക്കുക? കരുണ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തികളായി മാറണമെങ്കിൽ ലോകം നോക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ നേർരേഖയ്ക്ക് മുകളിലേക്ക് നോക്കാനായിട്ട് സാധിക്കണം. ലോകം നോക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ നേർരേഖയ്ക്ക് മുകളിൽ നോക്കാൻ സാധിക്കുക. സുവിശേഷം തന്നെ അതിന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5:21 മുതൽ വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സിനഗോഗാധികാരിയായുള്ള ജായറോസ് തൻ്റെ മകൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ആളുകൾ വന്ന് ഈശോയും ശിഷ്യരും ആ വീട്ടിലേക്ക് എത്തുമ്പോൾ മകൾ മരിച്ചതിലുള്ള വിലാപവും മറ്റു ബഹളങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈശോ അതിനെ നോക്കിക്കാണുന്നത് വളരെ യാഥാർത്ഥ്യത്തോടെയാണ്. ഈശോ അവരോട് പറയുക, മരിച്ചു കിടക്കുന്ന കുട്ടിയെ നിങ്ങൾ ശല്യപ്പെടുത്തരുത്, ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ നിങ്ങൾ ശല്യപ്പെടുത്തരുത്. ലോകം ആ കുട്ടിയെ മരിച്ചവളായി കാണുമ്പോൾ ഈശോ കണ്ടത് ഉറങ്ങിക്കിടക്കുന്ന മകളെയാണ്. അവിടെ നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ അതൊരു തമാശയായി തോന്നിയിരിക്കാം. സുവിശേഷം രേഖപ്പെടുത്തുക, അവർ അവനെ പരിഹസിച്ചുവെന്ന്. ഈശോ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തൻ്റെ കൂടെയുണ്ടായിരുന്ന 3 ശിഷ്യരെയും കുഞ്ഞിൻ്റെ മാതാപിതാക്കളെയും മാത്രമേ അനുവദിച്ചുള്ളൂ. ഈശോ ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ കുഞ്ഞിനോട് പറഞ്ഞു, മകളെ എഴുന്നേൽക്കുക, തലീത്താക്കും. നോക്കുക, ലോകം മരിച്ചവളായി കണ്ട കുഞ്ഞ് ഈശോയുടെ ചിന്തകളിൽ, ഈശോയുടെ വാക്കുകളിൽ അവൾ ഉറങ്ങുന്നവളായിരുന്നു. അവൾ ഇതാ ജീവിക്കുന്നു. തീർന്നില്ല. അവളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന മാതാപിതാക്കളും ശിഷ്യന്മാരും അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈശോ മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് കൂടി നോക്കുകയാണ്. നമുക്കറിയാം, രോഗം ബാധിച്ച് കിടക്കുന്ന കുഞ്ഞ് ഒരുപക്ഷെ 4-5 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. വിശക്കുന്ന ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഈശോ പറയുന്നു, ആ മകൾക്ക് എന്തെങ്കിലും കൊടുക്കുക.
അവൻ്റെ കരുണ വളരെ വ്യത്യസ്തമാണ്, വളരെ സിമ്പിളാണെന്നുള്ളതാണ്. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു തളർവാദി രോഗിയെ കൊണ്ട് 4-5 പേര് ഈശോയെ കാണാൻ എത്തുന്നു. കിടക്കയോടെ ചുമന്നുകൊണ്ടെത്തുന്നു. എന്നാൽ ആളുകളുടെ ആ ഒരു ബഹളം കാരണം ഈശോ ഇരിക്കുന്നിടത്തേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നു. ആ വീടിൻ്റെ മുകളിൽ അവർ വലിഞ്ഞു കയറുന്നു. ആ രോഗിയെ ഓടുകളെല്ലാം ഇടക്കി ആ ജനമധ്യത്തിൽ ഈശോയുടെ അരികിൽ അവർ ആ കിടക്കയോടെ ഇറക്കി വയ്ക്കുന്നുണ്ട്. ലോകം കണ്ടത് അവനെ തളർവാദ രോഗിയായിട്ടാണ്. എന്നാൽ ഈശോ കാണുന്നത് അവൻ്റെ പാപങ്ങൾ മൂലം അവൻ തളർവാദത്തിലായി എന്നുള്ളതാണ്. ലോകം കാണുന്നത് അവൻ്റെ രോഗത്തിലേക്കാണെങ്കിൽ ഈശോ കാണുന്നത് അവൻ്റെ പാപാവസ്ഥയിലേക്ക്. ഒരുപക്ഷെ അയാളെ എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾ ഈശോയോട് പറഞ്ഞിട്ടുണ്ടാവും, അവനോടൊന്ന് കരുണ കാണിക്കണേ. ഒരുപക്ഷെ തളർവാദം പിടിപെട്ട് കിടന്ന ആ ഒരു മനുഷ്യൻ അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം, എനിക്ക് സൗഖ്യം തരണേ. എന്നാൽ ഈശോ പറയുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റു ഫരിസേയരും പ്രമാണികളും ഈശോയ്ക്കെതിരെ പിറുപിറുക്കുകയാണ്, ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. അവരാരും തന്നെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കണ്ട ആ യാഥാർത്ഥ്യത്തിലേക്ക് ആരും തന്നെ നോക്കുന്നില്ല. അതിനോടകം ഒരുപക്ഷെ അവൻ തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന അവസ്ഥയിൽ നിന്നും കാലുകളും കൈകളും ശക്തിപ്പെടുത്ത് എഴുന്നേറ്റിരുന്ന അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം മറ്റൊന്നായതുകൊണ്ട് അവർക്കത് കാണാതെ പോയി. എന്നാൽ ഈശോ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവനോട് വീണ്ടും പറയുന്നു, ഈ ജനം കാണേണ്ടതിന് നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. പ്രിയപ്പെട്ടവരെ, ലോകം കാണുന്ന യാഥാർത്ഥ്യങ്ങളുടെ നേർരേഖയ്ക്ക് മുകളിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ കരുണയുള്ളവരായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കൂ. ഒരു ബസ് യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ അതിലൊരു യുവാവ്, അയാളിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് 50 വയസ്സോളമുള്ള ഒരു പ്രായം ചെന്ന വ്യക്തിയും ഇരിക്കുന്നുണ്ട്. യുവാവ് ഈ ബസ് യാത്രയിൽ പലതവണ തളർന്ന് ഉറങ്ങിക്കൊണ്ട് ഈ 50 വയസ്സുകാരൻ്റെ തോളിലേക്ക് തല ചായ്ക്കുന്നുണ്ട്. പലതവണയായപ്പോൾ വളരെ അസഖ്യപ്പെട്ട് ഈ 50 വയസ്സുകാരൻ ഒരു നിമിഷം നേരത്തേക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഈ യുവാവിനോട് ചൂടാകുന്നു. യുവാവ് പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് തീരെ മേലാത്തത് കൊണ്ടാണ്, എൻ്റെ ഉറക്കത്തെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, താങ്കൾ എന്നോട് ക്ഷമിക്കണം. ഈ യുവാവ് തുടർന്ന് പറഞ്ഞു, 3 ദിവസമായിട്ട് എൻ്റെ അമ്മ ICUവിലാണ്, എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. 2 ദിവസം മുമ്പ് അമ്മ തല കറങ്ങി വീണു. ഡോക്ടർ പറഞ്ഞു തലയിലെ ഞരമ്പ് പൊട്ടിയതാണ്. കയ്യിൽ പണമില്ല, പലരോടും ചോദിച്ച് പണം എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. 2 ദിവസമായിട്ട് അമ്മയുടെ അടുത്ത് ഉറങ്ങാതെ കാവലിരിക്കുകയാണ്. വീട്ടിലേക്ക് വസ്ത്രങ്ങൾ എടുക്കാൻ പോകുന്ന വഴിയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനിയുള്ള ഈ 50 വയസ്സുകാരൻ്റെ യാത്ര തൊട്ട് മുമ്പത്തേതുപോലെ ആയിരിക്കുമെന്ന്? ഒരിക്കലുമല്ല. ഈ യുവാവിന് തല ചായച്ച് കിടന്നുറങ്ങാനുള്ള ഒരു തലയിണയായിട്ട് ഈ 50 വയസ്സുകാരൻ മാറിയിട്ടുണ്ടാവണം. പ്രിയം നിറഞ്ഞവരെ, കർത്താവിൻ്റെ കരുണയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് തന്നെയാണ്, ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കല്ല കർത്താവ് നോക്കുന്നത്, നമ്മുടെ ഉള്ളിലെ നമ്മളാകുന്ന അവസ്ഥയിലേക്കാണ്. നമുക്കും കരുണ കാണിക്കാനായിട്ട് സാധിക്കട്ടെ. കരുണ ലഭിച്ചിട്ടുള്ളവൻ കരുണ കാണിക്കുക തന്നെ വേണം. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി
ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം: ഈശോയെ, ഞങ്ങളെയും അങ്ങയെപ്പോലെ കരുണയുള്ളവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിച്ചോതിൽ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.